ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഫ്രൈഡേ ആണ്. എന്നത്തെയും പോലെ ഇന്നും ഞാൻ മീൻ മേടിക്കാൻ പോവാണ്. എനിക്ക് ഫ്രൈഡേ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മീനില്ലാണ്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ അതെന്തായാലും മീൻ മേടിക്കാമെന്ന് വിചാരിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വലിയൊരു മീൻ ഇരിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അവിടെ കുറേ തരം മീനുകളുണ്ടായിരുന്നു. ചൂരയും കാളാഞ്ചിയും സാൽമണും അങ്ങനെ ഒരുപാട് മീനുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തായാലും മേടിക്കാത്തൊരു മീൻ അങ്ങ് വലുത് നോക്കി അങ്ങ് മേടിച്ചു. മറ്റേ നമ്മുടെ ആൾക്കാർ പറയുന്നത് കാശൊന്നും ഞാനങ്ങ് നോക്കിയില്ല, അങ്ങ് മേടിച്ചു. മീനല്ലേ, മീനില്ലാതെ നമുക്ക് എങ്ങനെയാണ്, പ്രത്യേകിച്ച് മീനിൻ്റെ ഒരു ഉണക്ക മീനിങ്ങനെ ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല. അപ്പോൾ പിന്നെ മീൻ ഇങ്ങനത്തെ മീനുകൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു ഹരമാണ്. മേടിച്ചത് കറി വെച്ച് അപ്പം തന്നെ കഴിക്കണം. എന്ത് കാര്യമായാലും എനിക്ക് അപ്പം തന്നെ ഉണ്ടാക്കണം. അങ്ങനെയാണ് എൻ്റെ ഒരു സ്വഭാവം. രാത്രിയാണെങ്കിൽ രാത്രി മീൻ പിടിച്ച് ആര് കൊണ്ടുവന്നാലും മീൻ വെട്ടി കഴുകി അപ്പം തന്നെ ഞാൻ ഉണ്ടാക്കി കഴിക്കും. അപ്പോൾ അത് മേടിച്ചു, വലിയൊരു മീനും മേടിച്ചു. അത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തൊക്കെ എടുത്ത് അതിന് ശേഷം പിന്നെ മീൻ മുട്ട ഉണ്ടായിരുന്നു, മീൻ മുട്ടയും എടുത്ത് എല്ലാം റെഡിയാക്കി. പിന്നെ അപ്പച്ചനും അമ്മച്ചിക്കും കുറേ സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു, അതെല്ലാം മേടിച്ച് സവാളയും കൊച്ചുള്ളിയും എല്ലാം എടുത്ത് പിന്നെ എല്ലാം മുറിച്ചുകൊണ്ട് വന്നു. കുറച്ച് ചക്ക ഇരിക്കേണ്ടത്, ചക്കട ഉണ്ടാക്കണം. അപ്പോൾ അതിനും പിന്നെ കുറച്ച് പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയ തൂശനയിൽ മുറിച്ചുകൊണ്ട് വന്നു. പിന്നെ ഇന്ന് പൊതിച്ചോറിന് വേണ്ട 2-3 തരം കറികളാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ റെസിപ്പീസും ഒന്നും ഞാൻ പറയുന്നില്ല. എൻ്റേതായിട്ടുള്ള തരത്തിലാണ് ഞാൻ ഒരേ കറികൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് ചിലപ്പോൾ നാളികേരപ്പാൽ ഒഴിക്കാൻ തോന്നും, ചിലപ്പോൾ നാളികേരപ്പാൽ ഒഴിക്കാതെ പുളി പിഴിഞ്ഞ് കറി വയ്ക്കും. ആദ്യമൊക്കെ ഞാൻ കറി വയ്ക്കുമ്പോൾ അതെല്ലാവരുമായിട്ട് ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഞാൻ ആരുമായിട്ട് ഒന്നും ഷെയർ ചെയ്യാനോ, എനിക്കങ്ങനെ ഫ്രണ്ട്സൊന്നുമില്ല. വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്താ പറയുക, ഒരുപാട് അനുഭവങ്ങളുണ്ടായി ഇവിടെ. ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് നല്ല ചില സമയങ്ങളിൽ ഫ്രണ്ട്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അതെൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ അവർ ഹെൽപ്പ് ചെയ്ത പോലെയല്ല ഞാൻ അങ്ങോട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ അവരെയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ചില സാഹചര്യങ്ങളിൽ തെറ്റിദ്ധാരണ കൊണ്ടോ എന്തുകൊണ്ടൊക്കെയോ ഫ്രണ്ട്സുകളൊക്കെ ഓരോ തരത്തിൽ എൻ്റെ പ്രശ്നം കൊണ്ടാണോ അവരുടെ പ്രശ്നം കൊണ്ടാണോ അതൊന്നും നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് എനിക്ക് പറ്റിയില്ല. അപ്പോൾ ആ കൊടുക്കൽ വാങ്ങലുകൾ അങ്ങ് നിർത്തി. എന്തിനാ വെറുതെ എൻ്റെ എഫേർട്ട് എടുത്ത്. ഞാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കുക്ക് ചെയ്യുന്ന ആളാണ്. ഒരു തരമല്ല, ഒരു 3-4-5 തരം ഉണ്ടാക്കും. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മളൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ കുറ്റവും കുറവും ഒക്കെ ഓരോരുത്തർ പറഞ്ഞു കഴിയുമ്പോൾ ഒരുപാട് നേരം രാവിലെ തൊട്ട് ചിലപ്പോൾ ഉച്ച വരെയൊക്കെ നിന്ന് കുക്ക് ചെയ്തിട്ടാണ് നമ്മുടെ അപ്പച്ചനും അമ്മച്ചിയുടെയും കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. ഇനി ഇത് കൊണ്ടു കൊടുക്കുമ്പോൾ അത് അങ്ങനെ ആയില്ല ഇങ്ങനെ ആയില്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്കത് ഫീൽ ചെയ്യും. അപ്പം നമ്മളത് തിരിച്ചു പറഞ്ഞു കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ പിന്നെ എന്തിനാ അതൊക്കെ, ഒന്നും കേൾക്കാനും കൊടുക്കാനും അവർ പറയുന്നത് കേൾക്കാനും ഒന്നിനും നിൽക്കണ്ടല്ലോ. ഉണ്ടാക്കുക, സ്വയം കഴിക്കുക. അങ്ങനെയായി ഇപ്പോൾ. ആദ്യമൊക്കെ ഇങ്ങനെ ഒരുപാട് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പൊതിച്ചോറ് എന്തെങ്കിലും ഒരാൾ കഴിക്കണപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അവർ റെനാനയിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അവർക്കിപ്പോൾ പൊതിച്ചോറ് കഴിക്കണം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് എല്ലാ സാധനങ്ങളും റെഡിയാക്കി. എനിക്കൊരു സൈക്കിളുണ്ട്, ഇലക്ട്രിക് സൈക്കിൾ. ഇവിടെ നിന്ന് ഒരു 45 മിനിറ്റ് ദൂരമുണ്ട് റെനാനയ്ക്ക് പോകാനായിട്ട്. ഞാനിതെല്ലാം പൊതിഞ്ഞ് കെട്ടി സൈക്കിൾ വെച്ച് കെട്ടി ഞാനവിടെ കൊണ്ടു കൊടുക്കുമായിരുന്നു. അവർ കഴിച്ചോട്ടെ, അവർക്ക് ഉണ്ടാക്കാൻ പറ്റില്ല ചിലർക്ക്. ഇവിടെ ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും കുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കെയർ ഗീവേഴ്സ് ജോലി ചെയ്യുന്നത് അറിയാലോ, പ്രായമായവരുടെ കൂടെയാണ്. അപ്പോൾ പ്രായമായവരുടെ കൂടെ ജോലി ചെയ്യുമ്പോൾ അവർക്ക് നമ്മുടെ മുളകും മല്ലിയുടെയും മണവും പിന്നെ നമ്മുടെ ഫുഡിൻ്റെ മണവും പിന്നെ തലയിൽ തേക്കുന്ന എണ്ണ അതിൻ്റെ മണമൊന്നും ഇഷ്ടപ്പെടില്ല. പിന്നെ അത് കുക്ക് ചെയ്ത് സമയത്തിന് എന്താ പറയുക, ആ സമയത്തിന് തീർത്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അത് ഇഷ്ടപ്പെടാണ്ട് ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് അവർക്കത് പ്രശ്നങ്ങളാവും. ഞാൻ ആദ്യം ജോലി ചെയ്ത വീടുകളിലൊക്കെ അങ്ങനെയായിരുന്നു. കുക്ക് ചെയ്യാനായിട്ട് അവർക്ക് ഇഷ്ടമല്ല, അവരുടെ ഫുഡ് മാത്രം കഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് എനിക്ക് പിന്നെ ആദ്യം നിന്ന വീടുകളിലല്ലാതെ ഇപ്പോൾ ഈ വീട്ടിൽ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. എന്ത് മണമായാലും എന്തായാലും അവർക്കൊരു പ്രശ്നമല്ല. അവരെന്ത് വേണമെങ്കിൽ ഉണ്ടാക്കിക്കോളുമെന്ന് നമ്മുടെ അടുത്ത് പറയും. അപ്പോൾ അങ്ങനെ പറ്റാത്ത എൻ്റെ കൂട്ടുകാരികളുണ്ടായിരുന്നു, കുക്ക് ചെയ്യാൻ പറ്റാത്ത കൂട്ടുകാരികൾ. അപ്പോൾ ഞാൻ അവർ പറയുന്ന പോലെ ഉണ്ടാക്കി ഞാൻ കൊണ്ടു കൊടുക്കുമായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, യുദ്ധം വന്ന് പ്രശ്നങ്ങളായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവരും നമ്മളെ ഒരുപാട് ദൂരം അങ്ങോട്ട് പോകാനോ ഒന്നിനോ അനുവദിക്കാണ്ടായി. അപ്പോൾ പിന്നെ ഒരു പ്രാവശ്യം നമ്മളെ വിളിച്ച് കഴിഞ്ഞിട്ട് അവർ വരാണ്ടും ഞാൻ പോവാണ്ടും ഒക്കെ ആയി കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഇഷ്ടക്കുറവുകളൊക്കെ ആയിട്ട് പിന്നെ അങ്ങ് പോവാണ്ടായി. പിന്നെ ഷെയറിങ്ങേ ഇല്ല. ഉണ്ടാക്കുക, കഴിക്കുക, അല്ലേ വേണ്ട കളയുക, അങ്ങനെയായി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇപ്പോൾ യുദ്ധം വന്നതുകൊണ്ടാണ് കൂടുതലും നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകാനോ
ഒരു സ്ഥലത്തേക്ക് പോകാനും ഇവിടെ പറ്റുന്നില്ല. ഞാനാണെങ്കിൽ കഴിഞ്ഞ ദിവസം ബീച്ചിൽ പോയ വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാ സ്ഥലങ്ങളിലും പോവാം. മാർച്ച് 14 ഡെഡ് സീ പോകുന്ന ഇവിടുന്ന് ട്രിപ്പ് ഇടയ്ക്ക് വെക്കേഷൻ ഉണ്ടാവും. വെക്കേഷൻ ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇവിടുത്തെ മലയാളീസിൻ്റെ റൂമുകളിൽ നിന്ന് ഡെഡ് സീ, അങ്ങനെ ഏലാത്ത്, ഹൈഫ എന്ന സ്ഥലങ്ങളിലേക്കൊക്കെ ടൂറ് ഒരു ദിവസം വെള്ളി ശനി നമുക്ക് പോയി അന്ന് തന്നെ തിരിച്ചു വരുന്ന, വെള്ളിയാഴ്ച വൈകുന്നേരം പോയിട്ട് പിന്നെ പിറ്റേ ദിവസം തിരിച്ചു വരുന്ന പോലെ. അപ്പോൾ അതിന് പോകുന്ന ട്രിപ്പുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് പോകാമെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ എന്ത് ചെയ്യാനാ, സാഹചര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടിലായതുകൊണ്ട് ഇപ്പോൾ പോകാൻ പറ്റില്ല. പിന്നെ നെക്സ്റ്റ് എപ്പോഴാണോ പോകാൻ പറ്റുന്നത് അപ്പോൾ പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ മീൻ കറി ഉണ്ടാക്കി, പിന്നെ പയർ ഉപ്പേരി ഉണ്ടാക്കി, മീൻ വറുത്തു, പിന്നെന്തുവാ, മീൻ മുട്ട ഉണ്ടായിരുന്നു. അത് കുറേ നേരം കുക്ക് ചെയ്യേണ്ടി വന്നു. നല്ല രസം ആയിട്ട് ചെയ്യാൻ പറ്റി. പക്ഷെ അത് പണി കിട്ടി, കുറേ സമയം ഉണ്ടായി. വർത്താനം പറഞ്ഞ് ഫ്രണ്ട്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് കുക്കിങ്ങിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി. എനിക്ക് ഏറ്റവും ഇഷ്ടം മീൻ വറുത്തതും മീൻ ഐറ്റംസാണ്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. എന്നാലും എല്ലാ ഭക്ഷണവും ഇപ്പം ഞാൻ കഴിക്കും കേട്ടോ. കാരണം ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. നാട്ടിലൊക്കെ വെച്ച് അങ്ങനെയൊന്നുമല്ല, മീൻ മാത്രമേ ഞാൻ കഴിക്കുള്ളൂ, വേറെ പച്ചക്കറികളൊന്നും ഞാൻ കഴിക്കില്ലായിരുന്നു. എൻ്റെ അതേ സ്വഭാവം തന്നെ എൻ്റെ മക്കൾക്കും. മീൻ വറുത്തതും പൊരിച്ചതും ചിക്കൻ വറുത്തതും അല്ലാതെ പച്ചക്കറി ഒന്നും അവർ കഴിക്കില്ല. എന്ത് ചെയ്യാനാ, നമ്മളിപ്പോൾ ഇവിടെ ആയതുകൊണ്ട് അമ്മയ്ക്ക് അങ്ങനെ നിർബന്ധിച്ച് അമ്മ ഏറ്റവും നന്നായിട്ടാണ് എൻ്റെ മക്കളെ നോക്കുന്നത്. പക്ഷേ അവർ പച്ചക്കറിയും കാര്യങ്ങളൊന്നും കഴിക്കത്തുമില്ല. എൻ്റെ അമ്മ പറയുന്നത് അവർക്ക് അനുസരിക്കാനും പറ്റില്ല, അവരുടേതായ ഇഷ്ടങ്ങളുണ്ട്. ഇനിയിപ്പോൾ നാട്ടിൽ ചെന്ന് നിൽക്കുമ്പോഴൊക്കെ പിള്ളേരെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും നിർബന്ധിച്ച് ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിക്കാം, അത്രയേ ഉള്ളൂ. എന്ത് ചെയ്യാനാ, എല്ലാ ദിവസവും ഓരോരോ പ്രശ്നങ്ങളാണ് വീട്ടിൽ. അതേപോലെ തന്നെയാണ് ഇവിടെയും, എല്ലാവരുടെയും പ്രശ്നങ്ങൾ തന്നെയാണ്. എൻ്റെ അമ്മയുള്ളത് കൊണ്ട് അവരുടെ കാര്യങ്ങൾ നല്ലതായിട്ട് നല്ല ഭംഗിയായിട്ട് പോകുന്നു. വഴക്കൊന്നുമില്ല. എൻ്റെ ലച്ചും എൻ്റെ ആദ്യം, എൻ്റെ മക്കളുടെ പേരാണ് കേട്ടോ ലച്ചുവെന്നും ആദ്യമെന്നും. അവർ രണ്ടുപേരും തല്ലുപിടിക്കുന്നതാണ് ഭയങ്കര കുഴപ്പം. അതാലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. എന്ത് ചെയ്യാനാ. പിന്നെ അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലുള്ള ഫുഡുകൾ ഉണ്ടാക്കി. ആദ്യം ചോറിട്ടു, അതിന് കഴിഞ്ഞ് പിന്നെ അമ്മ അച്ചാർ, ഞാൻ പറഞ്ഞല്ലോ നാട്ടിൽ നിന്ന് പലതരത്തിലുള്ള അച്ചാർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് മീൻ മുട്ട, അത് ഞാൻ മീൻ മുട്ട ഇട്ടു. അതിന് ശേഷം ഇത് മീൻ വറുത്തത് ഒരെണ്ണം വെച്ചു, പിന്നെ പയറുപ്പേരി ഇട്ടു, പിന്നെ പയറുപ്പേരി ഇട്ടു. പിന്നെ ബാക്കിയുള്ള അച്ചാർ, ഞങ്ങളുടെ അവിടെ വടുകപ്പുളി എന്നാണ് കേട്ടോ അച്ചാറിന് പറയും. ഇത് നാളികേര ചമ്മന്തിയാണ്. വടുകപ്പുളി അച്ചാറുണ്ടായി, നെല്ലിക്ക അച്ചാറുണ്ടായി, പിന്നെ മീൻ കറി ഒഴിച്ചു. ഇതെല്ലാം ഇതാക്കി ഫോയിൽ പേപ്പർ ഉള്ളൂ കേട്ടോ. ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞാണ് വെച്ചത്, മറ്റേ ന്യൂസ് പേപ്പർ ഇവിടെ ഇല്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഇതിലെല്ലാം ഉണ്ടാക്കി എല്ലാം പൊതിഞ്ഞ് വെച്ചിട്ട് ഇത്തിരി മീൻചാറ് അതിനകത്ത് ഒഴിച്ചു. മീൻചാറ് അതിനകത്ത് ഒഴിക്കുന്നതാണ് എനിക്കിഷ്ടം. സെപ്പറേറ്റ് കുപ്പിയിലാക്കിയിട്ടൊക്കെയല്ല നമ്മൾ വീട്ടിലായിരിക്കുമ്പോൾ കഴിക്കുക. ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല ചാറ് കറിത്തിൽ ഒഴിക്കുന്നത്, പക്ഷെ എനിക്കിഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനകത്ത് ഒഴിച്ചു. അത് കഴിഞ്ഞ് വൈകുന്നേരം ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ടാണ് പൊതിച്ചോറ് എടുത്തത്. അപ്പോഴേക്കും ഞാൻ വളരെ അവശ കലാകാരിയായിട്ടുണ്ടായിരുന്നു. എനിക്കത് കഴിക്കാനുള്ളൊരു മൂഡും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഇത്രയും പാട് വെച്ചുണ്ടാക്കിയിട്ട് കഴിക്കണ്ടേ എന്ന് വിചാരിച്ച് ഞാൻ കഴിക്കണം. വളരെ ടയേർഡായിരുന്നു ഞാൻ, പക്ഷേ എന്ത് ചെയ്യാനാ, ആസ്വദിച്ച് ഞാൻ കഴിക്കുകയാണ്. എനിക്ക് മീൻ വറുത്തെന്ന് വെച്ചാൽ അത്ര ഇഷ്ടമായതുകൊണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസും ഞാൻ പറയുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ.